ഹായ് ഫ്രണ്ട്സ്, ജൂണീസ് ഹോംമെയ്ഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്പൈസി ചിക്കൻ ഫ്രൈ ആണ്. ഈ ചിക്കൻ ഫ്രൈ ഒരു സ്റ്റാർട്ടറായും അതുപോലെ തന്നെ റൈസിനും ചപ്പാത്തിക്കും നല്ലൊരു കോമ്പിനേഷനുമാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിനായി ഞാനിവിടെ 1/2 കിലോ ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ വിനാഗിരി. ഇവ ചേർത്ത് നന്നായി ഇളക്കിയതിനു ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാനായി മാറ്റിവെക്കാം. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടാകുമ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഈ റെസിപ്പിക്ക് നല്ലത്. എണ്ണ നന്നായി ചൂടാകുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇപ്പോൾ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയിരിക്കുന്ന ചിക്കൻ കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ചിക്കൻ പീസസും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഫ്രൈയെ കുറച്ച് വെറൈറ്റി ആക്കി എടുക്കാം. അതിനായി ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്നും കുറച്ചെണ്ണ മാറ്റാം. ബാക്കി എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ചതച്ച വറ്റൽമുളക് ഇവ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ. മുളകും കറിവേപ്പിലയും നന്നായി മൂത്തു വരുമ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും മുളകും നന്നായി ചിക്കനിൽ കോട്ടാകുന്നതുവരെ ഇളക്കി കൊടുക്കണം. സ്പൈസിന്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. അങ്ങനെ നമ്മുടെ സ്പൈസി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത തവണ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു നല്ല റെസിപ്പിയുമായി ഞാൻ ഉടൻ തന്നെ വരാം. അതുവരേക്കും ബൈ.